കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞ കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞ കാട്ടുമുളയ്ക്കും പാടാനറിയാം, കാറ്റിൻ ചുംബനമേറ്റാൻ. കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞാൽ. എനിക്കു വേണ്ടി പ്രകാശഗോപുര വാതിൽ തുറക്കും കാരുണ്യമേ, എനിക്കു വേണ്ടി പ്രകാശഗോപുര വാതിൽ തുറക്കും കാരുണ്യമേ, നിൻ തിരുനടയിൽ ചൊരിയുന്നോ ഞാൻ മാനസപൂജാ പുഷ്പങ്ങൾ, മാനസപൂജാ പുഷ്പങ്ങൾ. കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞാൽ. കാട്ടുമുളയ്ക്കും പാടാനറിയാം, കാറ്റിൻ ചുംബനമേറ്റാൽ. കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞാൽ, കഥനം മറക്കാൻ കഴിഞ്ഞാൽ. വാസന്തി, വസന്തി, വസന്തി, എന്തേ തിരിഞ്ഞു നടന്നേ? എന്നെ കണ്ടിട്ടാ? നിശ്ചയത്തിന് തോമസ് സാറും കൂട്ടരും വന്നതുകൊണ്ട് ഒന്നും ചോദിക്കാനും പറയാനും പറ്റില്ല എന്നാണ് ഇവന്റെ പരാതി. ഇപ്പൊ വേണേ ചോദിച്ചോ, ഞാൻ മാറിയേക്കാം. ഞാൻ പോട്ടെ. എന്താ അത്ര ധൃതി? ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ? അത് പിന്നെ പിന്നെ ഒന്നുമില്ല, ഞാൻ പോവാ. അതെ, എന്താ അത്ര നാണിക്കാൻ? അമ്മ എന്നോട് ചോദിച്ചു പെണ്ണിനെ എനിക്ക് ഇഷ്ടായോന്ന്. 100 വട്ടം ഇഷ്ടായെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഇഷ്ടം അമ്മയുടെ ഇഷ്ടം. സ്ത്രീധനായിട്ട് ഒരു തരി പൊന്നു പോലെ എനിക്ക് വേണ്ട. എനിക്കുള്ള സ്ത്രീധനം വാസന്തിയാ. എന്താ സത്യമല്ലേ? വാസന്തിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടണത് ഏതൊരുത്തിന്റെ ഭാഗ്യ. ഭഗവാനെ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ചൂരകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ എന്തൊക്കെയാ നീ ഇതിൽ എഴുതിയിരിക്കുന്നത്? മരിച്ചവരുടെ കണ്ണെടുത്ത് വെച്ച കാഴ്ച കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. കഥയിലും നോവലിലും ഒക്കെ അവന്മാരങ്ങനെ പറഞ്ഞു എഴുതും. എന്താ മരിക്കാൻ നേരത്തെ കാമുവിന് കണ്ണുദാനം ചെയ്ത ഒരു പെണ്ണിന്റെ കഥ ഏതോ ഒരു സണ്ണി ഇതിനകത്ത് എഴുതിയിരിക്കുന്നു. അത് കണ്ടോണ്ട് ഇവൾ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് കണ്ടോ? അതെ, മരിച്ചവരുടെ കണ്ണെടുത്ത് വെച്ച കാഴ്ച കിട്ടുവോ, കണ്ണെടുക്കാൻ എവിടെയാ എഴുതി കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്നാ പറയാനാ? നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ?
ജീവിച്ചിരിക്കുമ്പോ തന്നല്ലേ നീ കണ്ണു കൊടുക്കാൻ പോണത്, പിന്നെ മരിച്ചവരുടെ കണ്ണന്വേഷിച്ച് പോണത് എന്തിനാ? നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കരുത് വാസന്തി, നിന്റെ ഒരു കാര്യം. എന്താ മോളെ ഇങ്ങനെയൊക്കെ? രാമോട്ടന് വേണ്ടി എല്ലാം മറക്കാമെന്ന് തീരുമാനിച്ചിട്ട് നോക്കിയേ, കാഴ്ച കിട്ടിയ ആദ്യം നിന്നെ കാണാനാ കൊച്ചേട്ടൻ കൊതിക്കണേ. നീ എന്തെന്നറിഞ്ഞ പിന്നെ കൊച്ചേട്ടൻ ജീവിച്ചിരിക്കില്ല. ചതിക്കല്ല മോളെ. നീ എന്തായി പറയുന്നേ? എന്റെ അറിവിൽ ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണെടുത്ത് അങ്ങനെ ആരും മാറ്റിവെക്കാറില്ല. അതിനായി ബാങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കണം. ദാനം ചെയ്യാമെന്ന് എഴുതി കൊടുത്തിട്ടുള്ള ആരെങ്കിലും മരിച്ചാൽ അവരുടെ കണ്ണെ ട്രാൻസ്പ്ലാന്റ് ചെയ്യൂ. അപ്പൊ പിന്നെ ഓപ്പറേഷന്റെ കാര്യം ഡോക്ടറോട് സംസാരിച്ചത് തോമാച്ചൻ അവരോട് പറഞ്ഞതോ? തോമാച്ചൻ അങ്ങനെ പലതും അവരോട് പറഞ്ഞെന്നിരിക്കും. അതൊക്കെ നമ്മുടെ വെറും ഒരു പ്രകടന പത്രികയല്ലയോ? പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടത്താൻ ഇവിടെ ആർക്കെങ്കിലും പറ്റുമോ? ദിസ് ഇസ് ടു മച്ച്. ഇത്രയും ക്രൂരത ആരോടും കാണിക്കരുത്. ആ പാവത്തിന് കണ്ണു കിട്ടുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിലാ പിച്ച് ചീന്തിയിട്ടും ആ കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവരെ ചതിച്ചാലുണ്ടല്ലോ. ജയന്തിക്കെന്താ ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഷ? മനുഷ്യത്വം ഉള്ളതുകൊണ്ട്, ഞാനും അവരിലൊരുത്തി ആയതുകൊണ്ട്. എങ്കിലൊരു കൊടിയും പിടിച്ചിറങ്ങാമായിരുന്നില്ലേ? ഇറങ്ങിയനെ. ഞാൻ ചെല്ലുന്ന നോക്കി കാത്തിരിക്കുന്ന ഒരു കുടുംബം എനിക്കില്ലായിരുന്നെങ്കിൽ പണ്ടേ ഇറങ്ങിയനെ. അല്ലാതെ ഇങ്ങനെ വെളിപ്പുറത്ത് വരുന്ന പെണ്ണായി നിങ്ങളുടെയൊക്കെ വരുതിക്ക് നിൽക്കാൻ വരില്ലായിരുന്നു ജയന്തി. Shut your bloody mouth. നീ ആരോടാ സംസാരിക്കുന്നറിയോ? അറിയാം. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കണ പൊളിറ്റിക്കൽ ക്രിമിനൽസിനോടാണെന്ന് ശരിക്കും അറിയാം. എന്താ വിനോദം ഇത്? വേണ്ട. ദേ, നമ്മൾ തമ്മിൽ ഒരു 25,000 രൂപയുടെ എഗ്രിമെന്റേ ഉള്ളൂ. അല്ലാതെ നിന്റെയൊക്കെ എന്ത് വൃത്തികേട് സഹിച്ച് അടിമയായിട്ട് നിൽക്കാനൊന്നും ഞാൻ ഏറ്റിട്ടില്ല. വേണ്ടടി, പറഞ്ഞ തുകയും വാങ്ങിക്കൊണ്ട് നീ ഇറങ്ങിക്കോ. നിന്റെ സേവനം ഇനി ആവശ്യമില്ല. വേണമെന്ന് പറഞ്ഞാലും ഇനി ഇവിടെ നിൽക്കില്ല. എങ്കിൽ പോടി. എന്താ വിനോദം ഇത്? ഇങ്ങനെയുള്ള എടുത്തുകാട്ടം ശരിയല്ല. ദാ എന്നെ നോക്ക്, ഭൂമി കുലുങ്ങിയാലും തോമാച്ചൻ കുലുങ്ങിയാലാ. അവള് പോട്ടെ തോമാച്ച, അല്ലേലും പറഞ്ഞിവിടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമുക്കെന്തിനാ ഇവള്? ഓ അങ്ങനെ ഗ്രാമത്തിലെ മുല്ലപ്പൂക്കൾ കടിച്ചായി അല്ലേ? യു സെഡ് ഇറ്റ്. വാസന്തിയും ലക്ഷ്മിയും അവരെ പറ്റി ഓർക്കുമ്പോ തന്നെ ഒരു ചന്ദനത്തിന്റെ സുഗന്ധം. അവരെ ഒന്നുകൂടി വിളിക്കണ്ടേ തോമാച്ച? റിസ്ക്കുള്ള കാര്യമാണ്, പക്ഷേ നിന്നെ എനിക്ക് വേണമല്ലോ. ഇവിടെ ആരും ഇല്ലേ ഭവാനിയമ്മേ? ഓ ആരാ? ഞാനാരാമോ? ഓ മേസ്തിരിയോ? ഇരിക്കാനൊന്നും സമയമില്ല. 2 ദിവസം ആയല്ലോ ഭവാനിയമ്മയെ കൊണ്ട് കണ്ടിട്ട്. അമ്മയ്ക്ക് ശ്വാസം മുട്ട് കൂടുതലായോണ്ട് വൈദ്യരെ കാണാൻ പോയിരിക്കുക, മരുന്ന് വാങ്ങിക്കാൻ. ആ അതാ മുതലാളി പറഞ്ഞത്, വാസന്തിയെങ്കിലും അങ്ങോട്ട് അയക്കാൻ. മുതലാളിയുടെ കൂടെ വന്ന മന്ത്രിയുടെ മോനെ നാളെ ഡൽഹിക്ക് പോവാണത്രേ. എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോണം പോലും. കുട്ടി ഒന്ന് വേഗം വരിക. അയ്യോ, ഞാൻ അവളെയും കൂട്ടി ഇപ്പൊ തന്നെ ജവളിക്കടയിലേക്ക് പോവായിരിക്കുക. അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ കുട്ടി നീ അങ്ങനെ പറയുന്നത്? നിന്റെ കല്യാണ ചെലവിന്റെ കാര്യത്തിൽ പോലും രാമുവിനെ സഹായിക്കുന്ന മുതലാളിയല്ലേ? ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. പോരുതടി, നീ കൊച്ചി മഹാരാജാവിന്റെ പെങ്ങളല്ലേ? ഉപകാരം ചെയ്യണവരോട് നന്ദി കാണിച്ചാ പത്രാസ് കുറഞ്ഞു പോയാലോ? നന്ദിയില്ലാത്ത ശവങ്ങള്. വാസന്തിയെ, എന്താ വെച്ചേട്ടാ? ഒന്നിങ്ങോട്ട് വന്നേ. എന്റെ മോളെ വീട്ടുപണിക്ക് വിടാൻ ഇഷ്ടണ്ടായിട്ടല്ല. എങ്കിലും അച്ഛൻ പറഞ്ഞ പോലെ ഉപകാരം ചെയ്യുന്നവരോട് നമുക്ക് ഇത്തിരി നന്ദി വേണ്ടേ? തുണിക്കടയിലേക്ക് ലക്ഷ്മിയും കൂട്ടി പോയിക്കോളാം. എന്റെ മോള് ചെല്ലു. കല്യാണം അടുക്കും തോറും ചങ്ക് പിടയ്ക്ക. 4 ആളെ കൊണ്ട് മോശം പറയിപ്പിക്കാതെ അന്തസ്സായിട്ട് നിന്നെ ഇറക്കി വിടണ കൊച്ചേട്ടന്റെ മോഹം. തോമസ് സാറ് കനിഞ്ഞു വല്ലതും തന്ന. വേണ്ട, അങ്ങനെ ആരും കനിഞ്ഞിട്ട് എനിക്ക് കല്യാണം വേണ്ട. കൊച്ചേട്ടന് ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. പറയണത് അങ്ങോട്ട് കേക്ക്. കല്യാണക്കാര് മാത്രമാണോ? ആ തോമസ് സാർ ഇല്ലായിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ കൊച്ചേട്ടന് കാഴ്ച കിട്ടുന്നു തോന്നണ്ടോ? ഓപ്പറേഷനുള്ള എല്ലാ ചെലവും ചെയ്യാൻ നേരിട്ടിരിക്കാൻ നല്ല മനുഷ്യൻ. സാറിന് എന്തെങ്കിലും നമ്മളോടൊരു മുഷ്ടില് തോന്നിയാ എന്താ നീയൊന്നും മിണ്ടാത്തെ? പോവാം കൊച്ചേട്ടാ, ഞാൻ പോവാം. എന്റെ കൊച്ചേട്ടന് കാഴ്ച കിട്ടാൻ വേണ്ടി എന്ത് വേണേ ചെയ്യാം.
എനിക്കറിയാം കൊച്ചേട്ടൻ പറഞ്ഞ നീ കേക്കാണ്ടിരിക്കില്ല എന്ന്. കഴുതക്കുട്ടി. നീ എന്താ മരോട്ടിക്കാതെ നിന്ന് കാക്കയെ പോലെ നിൽക്കുന്നേ? നോക്കി എടുക്ക്. ലക്ഷ്മിട്ടിയെ കൊക്കിൽ ഒതുങ്ങണ കൊത്തിയാ മതി കേട്ടോ. പക്ഷെ കണ്ട അടിപൊളിയായിരിക്കണം. ആള് വെളുത്തിട്ടോ കറുത്തിട്ടോ? ഈ ശബ്ദം എവിടെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ തമ്മിൽ ഒരിക്കലും പരിചയപ്പെട്ടിട്ടുണ്ട്. എവിടെ വെച്ച്? അത് ബസ്സിൽ വെച്ച്. ഓഹോ, നമ്മടെ കണ്ണട. കണ്ണടയോ? ആ കൃഷ്ണേട്ടൻ ഞാൻ അന്ന് പറഞ്ഞില്ലേ, ബസ്സിൽ വെച്ച് കണ്ണട അടി. അത് ഇയാളാണോ? അതന്നെ. ഇയാളുടെ നിറമുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, വാസന്തിയെ കൂടെ കൊണ്ടുവരായിരുന്നെന്ന്. ഓ, അതെങ്ങനെ കൃഷ്ണേട്ടാ? തോമാസ് സാർ അത്യാവശ്യമായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞാ പോകാതിരിക്കാൻ പറ്റുമോ? ആ, അത് ശരിയാ. ആ, നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഓ, കിട്ടിയോ? ആ, കൊള്ളാം. തത്ത ചീട്ട് കൊത്തിയെടുക്കണ പോലെ കീറി കൃത്യം. വാസന്തിക്ക് നന്നായിട്ട് ചെയ്തു. എന്താ കളറ്? ആ, അത് മജന്ത. ആ, മജന്തിയോ? അതെന്ത് കളറാ? അത് ഈ ചുവപ്പും മഞ്ഞയും കറുപ്പും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു മജന്ത കളറാ. ആ, ആവൂ, ഞാൻ കേൾക്കാത്ത കളറുകൾ ഇനി ഒരുപാട് ഉണ്ടല്ലേ എന്റെ ഭഗവതി. എന്താ? മാച്ചിങ് ബ്ലൗസ് ആണോ? എന്നാ വാ. ഈ തുണികൾ തിരഞ്ഞെടുക്കാനും അതിന്റെ പൊരുത്തം നോക്കാനും പെൺപിള്ളേർക്കുള്ള അത്ര മിടുക്ക് ഈ ഭൂമി ആർക്കുമില്ല. ആ ലക്ഷ്മി എന്തോ ഒരു ആംഗ്യം കാണിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. ആ പെൺകൊച്ചിന് മനസ്സിലായി. അത് പിന്നെ മനസ്സിലാവാതിരിക്കോ? അത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ കൃഷ്ണേട്ടാ? എന്താ ഇങ്ങനെ പരിഭവിച്ചു നിൽക്കുന്നേ? സത്യം പറഞ്ഞ തന്റെ ഈ പരിഭവിച്ച മുഖം കാണാനാ ഭംഗി. എന്റെ കൂടെ പോരുന്നോ ഡൽഹിയിലേക്ക്? വാസന്തിക്ക് പറ്റിയൊരു ജോലി ഞാൻ അവിടെ ശരിയാക്കി തരാം. എന്താ? ആഹാ, കിന്നരിച്ചോണ്ടിരിക്കാണോ? രാത്രി ആവുമ്പോഴത്തേക്ക് അങ്ങ് എറണാകുളത്ത് എത്തണം. ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് പോകേണ്ടതാ. ചെല്ലെ, എല്ലാം പോയി പാക്ക്. ഓക്കെ. മിടിക്കുക നീ. എനിക്കിഷ്ടമായി. നീ എനിക്ക് ചെയ്തു തന്നത് വലിയൊരു ഉപകാരം. അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. ഇത് വെച്ചോ. പോരെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ ഇവനെ യാത്രയാക്കിയിട്ട് ഞാൻ നാളെ എത്തും. ചെല്ലേ. രാമുവിന്റെ കയ്യിൽ പണം കൊടുക്കണം. കല്യാണത്തിന് ഒരുപാട് ചെലവുള്ളതല്ലേ. അതും ഇതും ആലോചിച്ച് തല പുണ്ണാക്കരുത്. ജീവിക്കാൻ പഠിക്കണം. നടന്നൊക്കെ ഒരു തമാശയായിട്ട് കൂട്ടിയാൽ മതി. ചെല്ലേ. ആ, രാമേ, ഓ, കല്യാണത്തിനുള്ള തുണിച്ചരക്കുകൾ എടുക്കാൻ പോയതല്ലേ? ആ, വാസന്തിയോ? അവള് വന്നില്ല. എല്ലാം ലക്ഷ്മിട്ടി ഏൽപ്പിച്ചു. ആഹാ, കാര്യങ്ങളെല്ലാം ഇപ്പോഴേ നാട്ടിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു അല്ലേ? ലക്ഷ്മിട്ടിയെ അതിങ്ങെടുത്തോ. കൂടെ കൃഷ്ണേട്ടൻ ഉണ്ടായിരുന്നു. ചന്തോസ് ആയതുകൊണ്ട് ആള് കടയിൽ പോയി. ദാ ഇതൊന്ന് നോക്കിക്കേ. ആർക്കുള്ളതാ? നാണിയമ്മയ്ക്ക് തന്നെ. എനിക്കോ? എന്താ, ഇഷ്ടായില്ലേ? കരയണോ? എന്തിനാ കരയണേ? ആളുകളുടെ മുഴുവൻ തുണി അതൊക്കെ എനിക്ക് ഇതുവരെ ഞാൻ ഒരു കോടി തുണി വാങ്ങി തന്നിട്ടില്ല. എന്റെ സ്വന്തം ജോലിയിലുള്ള ഒരു മോളും എന്നെ ഓർത്തല്ലടാ മോനെ. എന്റെ മോനെ, എന്റെ മോൻ. ഇത് ഉടുത്തോണ്ട് വേണം വാസന്തിയുടെ കല്യാണത്തിന് വരാൻ. വരട്ടെ ലക്ഷ്മിട്ടിയെ. ഓ, തുണികൾക്കൊക്കെ തീ പിടിച്ച വിലയാ. ലക്ഷ്മിയുടെ കയ്യിൽ 150 രൂപ ഉണ്ടായിരുന്നു. കൃഷ്ണേട്ടൻ കുറച്ച് പൈസ കടം തന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഇത് ഷർട്ട് രണ്ടെണ്ണുണ്ടല്ലോ. ആർക്കാ? അച്ഛനും ചേട്ടനുള്ളതാ. അച്ഛൻ എന്തിനാണോ ഷർട്ട്? എന്താടാ, എനിക്ക് ഷർട്ട് ഇട്ടാ കൊള്ളൂല്ലേ? അല്ല, അച്ഛൻ ഷർട്ട് ഇടാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. രണ്ടാം സാരി കണ്ടിട്ട് കല്യാണ സാരി പോലെ ഉണ്ടല്ലേ? വാസന്തി വന്നല്ലോ. ആവൂ, വന്നോ?
സരോജേ, ആ മജന്റെ സാരി അവളെ കാണിച്ചേ. അവൾക്ക് ഇഷ്ടായിന്നറിയാലോ. അടിപൊളിയായിട്ടുണ്ട്. ഇവളുടെ കളറിന് നല്ല ചേർച്ച അല്ലേ സാറാ? തോമസ് സാർ എന്ത് പറഞ്ഞു? വല്ലതും തന്നോ? എനിക്ക് ഈശ്വരാ, എന്തായി കാണണേ? എന്താമ്മേ? 100ന്റെ 2 കെട്ടാ. അളിയാ, കോൾ അടിച്ചല്ലോ അളിയാ. തോമസ് സാർ അങ്ങനെയാ, പാവങ്ങളോട് ഇത്രയും ദയുള്ളൊരു മനുഷ്യൻ. ദേ, ഞാനിന്ന് പണിക്ക് പോകാൻ പറഞ്ഞപ്പോ നിനക്ക് എന്ത് വെമ്മിട്ടായിരുന്നു. ഇപ്പൊ കണ്ടോ? നേരം സന്ധ്യയായി. കയ്യും കാലും മുഖവും കഴുകി വിളക്ക് വെക്കാൻ നോക്ക്. എന്താ നിന്റെ മുഖത്തിനൊരു വാട്ടം? വല്ലാത്തൊരു തലവേദന. തലവേദനയോ? ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. സാരല്ലോ കൊച്ചട്ടാ. പാവം അമ്മേ, നെറ്റിയിൽ ഇത്തിരി ഉള്ളി ചതച്ചിട്ട് കൊടുക്ക്. എന്താണാവോ? കല്യാണത്തിന്റെ തീയതി എടുക്കുമ്പോഴേ ഇങ്ങനെ തലവേദനയൊക്കെ ഉണ്ടാവും കൊച്ചേട്ടാ. നെഞ്ചിലെ പെടപെടപ്പുണ്ട. അതെയോ? ഇങ്ങനെ ഒരു കഴുതക്കുട്ടി. വാസന്തിയേ, വാസന്തി, നേരം വെളുക്കുന്ന മുമ്പ് ഇവളെവിടെ പോയി? വാസന്തിയേ, വാസന്തിയേ, ഇന്നലെ രാത്രി തൂക്കുപാലത്തിൽ നിന്ന് ആരോ ചാടിയെന്ന് കേട്ടിരുന്നു. രാവിലെ ശവം പൊങ്ങിയപ്പോഴല്ലേ ആളെ മനസ്സിലായോ? കഷ്ടമായിപ്പോയി. നമ്മുടെ രാമുവിന്റെ പെങ്ങള് വാസന്തിയുടെ ശവം പുഴയിൽ പൊങ്ങി. പരമാർത്ഥമെന്നോടു ചൊല്ലു നീ, പഞ്ചഭൂതാത്മകം ദേഹമേറ്റഞ്ചടം, സഞ്ചിതം ത്വന്മാംസരക്താസ്തി കൊണ്ടടോ, നിശ്ചേഷ കഷ്ടതുല്യം ദേഹമോർക്ക നീ, നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ. നീ കുറച്ചു നേരമെങ്കിലും ഒന്ന് ഇരിക്കേ. അവളെ കൊണ്ട് കിടത്തിയോ കൃഷ്ണേട്ടാ? ഇപ്പൊ കൊണ്ടുവരും. അവൾക്കുള്ള കുഴി തെക്കപ്പുറത്തെ തൈത്തെങ്ങിന്റെ ചോട എടുത്താ മതി. എന്നോട് വഴക്കിടുമ്പോ പിണങ്ങി അവൾ അവിടെ പോയിരിക്കണേ. അവിടെ തന്നെ ആ കുഴി എടുത്തേക്കണേ. രാമു, സാമ്പ്രാണിത്തിലൂടെ വെച്ചേക്കണം. ചുമരിൽ എന്റെ തോൾ സഞ്ചിയിലുണ്ടാവും. വാസന്തിയെ കാണാൻ ഒത്തിരി ആളുകൾ വന്നിണ്ടാവില്ലേ കൃഷ്ണേട്ടാ? ആ, നാട്ടുകാരെല്ലാരും ഉണ്ട്. Yeah.
വാസന്തി മോളെ നിന്നെ ആക്കാൻ വിളിക്കണടി. നമ്മുടെ നിന്റെ കൂട്ടുകാർക്ക് ഒന്ന് വിളിക്കണേ മോളെ. അവളെ കൊണ്ട് കിടത്തിയ കൃഷ്ണേട്ടാ എനിക്ക് അവളൊന്ന് ചെല്ലു. ചേട്ടൻ വന്നിരിക്കണ കണ്ണു തുറക്കണേ. വാസന്റെ നിന്റെ കണ്ണുകളും നീ കുത്തിയിടുന്നത് കേട്ടല്ലോ. ഇപ്പൊ എന്നെ പോലെ നിനക്കൊന്നും കാണാൻ പറ്റണില്ലല്ലേ? അമ്മേ അച്ഛൻ കണ്ടവളെ വേണ്ട, എനിക്കവളെ കാണണ്ട. കൊണ്ടുപോകാനാണെങ്കിൽ ഞാനൊരുത്തനുണ്ടായിരുന്നല്ലോ ഇവിടെ. ആർക്ക് വേണ്ടിയിട്ടാ ഇട്ടേക്കണത്? കാലനും കൂടി വേണ്ടായോ എന്നെ? കല്യാണത്തിന് ഇഷ്ടമില്ലാക്കി പറഞ്ഞുകൂടായിരുന്നോടെ മോളെ. ചേട്ടനെ എന്തിനാ ഇങ്ങനെ പറ്റിച്ചേക്കായിരുന്ന കുട്ടി? സാറ് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ശരീരം വിട്ടുകിട്ടി. സാറേ എന്റെ മോള് കിടക്കണ കണ്ടോ സാറേ? മോളെ വാസന്തേ, തോമസാറ് വന്നേക്കണടി. തോമസാറ് വന്നോ? ചേട്ടന് കണ്ണു കിട്ടുമെന്ന് പറഞ്ഞ് തുള്ളി ചാടി നടന്നു. വാസന്തി കിടക്കണ കണ്ണുണ്ടോ? എന്തെങ്കിലും ചങ്കിലും ഒളിപ്പിച്ചു വെക്കും. ആരോടും പറയില്ലേ? എന്താ കാര്യം പറഞ്ഞാലേ അറിയാൻ പറ്റൂ. സാറേ, എന്റെ വാസന്തി ആശുപത്രിക്കാര് വെട്ടിക്കീറാതെ രക്ഷിച്ചില്ലേ? ഇതിനെന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പോട്ടടാ, ഒക്കെ വിധിയ. അതെ, ഒക്കെ വിധിയാ. എന്താ കാണിക്കണോ? എന്റെ വാസന്തിയെ കൊന്നിട്ട് എന്താ കാണിക്കണോ? പോകരുതവരെ, ഒരു ഭാവയിൽ തമ്പരാൻ വന്നിരിക്കുന്നു. ഇവൻ ആരാണെന്ന് അറിയാമോ? ഇവൻ ദൈവമാണെന്ന് ഈ നാട് മുഴുവൻ പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന ഞാൻ. ഇവൻ കൊലയാളിയാണ്, കൊലയാളി. ചങ്കിനകത്ത് ഈശ്വരനെ പോലെ കൊണ്ടുവരുന്ന എന്നിട്ട് എന്റെ ലക്ഷ്മിനും വാസന്തിനും നശിപ്പിച്ചില്ലയോ? ലക്ഷ്മി എന്റെ ലക്ഷ്മി മിണ്ടാൻ പാനായതുകൊണ്ട് ആരൊന്നും അറിയാതെ എന്നിട്ട് ഒന്നും അറിയാത്തവരെ പോലെ എന്റെ വാസന്തിയുടെ ശവം നിങ്ങൾ കേറി വന്നിരിക്കോ? വിടിയാൻ എന്റെ പ്രാവിനെ എടുക്കാതെ ഇല്ല, ഇവനെ രക്ഷിക്കാൻ ഈ നാട്ടിൽ ആരും വരില്ല. വിടറിയാ വിടറിയാ, അയാൾ ചത്തുപോകും. വിടാനാ പറഞ്ഞേ, വിടാൻ. മതിയറിയാ, വിടാൻ, വിട്.
എന്താണ് നീ കളിച്ച് കൊന്നല്ലോടാ? ചത്തോ? അയാൾ ചത്തോ? ലക്ഷ്മിയെ, എനിക്ക് കണ്ണു വേണ്ട. ഞാൻ കണ്ണു പോയിച്ചത് കിട്ടിയ ശിക്ഷയത് വേണ്ട. എനിക്ക് കണ്ണു വേണ്ട. നശിച്ച് ഈ ലോകം കാണാൻ എനിക്ക് കണ്ണു വേണ്ട. കൃഷ്ണേട്ടാ, കൃഷ്ണന്റെ കൂടെ വേണം. എന്റെ വാസന്തിയുടെ കാര്യങ്ങൾ ഭംഗിയായി നടത്തണം. വാസന്തിയെ, കൊച്ചാട്ടം പോവണ്ട. എന്റെ മോന് കരയരുത്. എന്റെ മോന് കരയരുത്.